ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും വന്ദനമറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം 2-ാം ഭാഗം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തു മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചതും ഒരു ആകസ്മികമായ ഒരു കാഴ്ചയല്ല. അത് കാണുവാൻ കഴിയുന്നത് യേശു അനുഭവിച്ച കഷ്ടതകളും ത്യാഗങ്ങളുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി നമ്മുടെ പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കാമെങ്കിൽ താൻ ഏറിയ കഷ്ടതകളിൽ കൂടി കടന്നുപോയി. നാമും ആ പാതകളെ പിൻപറ്റുവാനുള്ളവരാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ദൈവാലയത്തിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് കർത്താവിന് വായിക്കുവാൻ നൽകിയ വേദപുസ്തക ഭാഗങ്ങൾ വായിച്ച ശേഷം, ഇന്ന് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പുസ്തകം മടക്കി ശുശ്രൂഷക്കാരെ ഏൽപ്പിച്ച് മടങ്ങി വന്നിരുന്നപ്പോൾ വചനം പറയുന്നത് 20-ാമത്തെ വാക്യത്തിൽ, 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. 21-ാമത്തെ വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും യേശുവിനെ പുകഴ്ത്തുവാനിടയായി. നോക്കുക, യേശു കർത്താവിനെ പുകഴ്ത്തുകയും എപ്പോഴും അത് ഒരു സന്തോഷമായി തോന്നുന്നതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച്. മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തി പറഞ്ഞാൽ നമുക്ക് സന്തോഷം, മറ്റുള്ളവർ നമ്മെ ഇകഴ്ത്തി പറഞ്ഞാൽ നമുക്ക് ദുഃഖം. നോക്കുക, യേശു കർത്താവിനെ ഇവിടെ പള്ളിയിലുള്ള എല്ലാവരും പുകഴ്ത്തി, എല്ലാവരും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. എന്നാൽ പിന്നത്തേതിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പള്ളിയിലുള്ളവർ എല്ലാവരും. 28-ാമത്തെ വാക്യത്തിൽ പള്ളിയിലുള്ളവർ എല്ലാവരും ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി. അവരുടെ പട്ടണം പണിതിരുന്നത് ഒരു മലയുടെ മുകളിലായിരുന്നു. ഓർക്കുക, പള്ളിയിലുള്ളവർ യേശുവിനെ പുകഴ്ത്തി, അതേ പള്ളിയിലുള്ളവർ യേശുവിനെ ഹല്ലേലൂയ താഴ്ത്തി കാണുവാനും കോപം നിറഞ്ഞവരായി യേശുവിനെ പുറത്താക്കുവാനും ഇടയായി. പ്രിയ ദൈവജനമേ, പലപ്പോഴും മാനുഷിക വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുകയും നിരാശയിലേക്ക് നമ്മെ കടത്തിവിടുകയും നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് അനുഗമിക്കുവാൻ ഒരു നല്ല കാഴ്ചപ്പാട് കർത്താവ് നമുക്ക് വെച്ചിട്ടാണ് കടന്നുപോയത്. ആ കർത്താവിനെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലിനെ ഒരിക്കൽ ലോകം പുകഴ്ത്തും, അതേ ലോകം പിന്നെ അവരെ താഴ്ത്തും. ഹല്ലേലൂയ. ആയതിനാൽ പുകഴ്ത്തുമ്പോൾ ഉയർന്നു പോകുകയോ താഴ്ത്തുമ്പോൾ താളടിയായി പോവുകയോ ചെയ്യുവാൻ ഒരിക്കലും ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ ഇടവരരുത്. പുകഴ്ച വരുമ്പോൾ അത് ദൈവനാമത്തിൽ മഹത്വം കൊടുത്തുകൊണ്ട് അനുഭവിക്കുകയും താഴ്ച വരുമ്പോൾ ദൈവകരങ്ങളിൽ വിഷയങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്താൽ നിശ്ചയമായും ആ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയും. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ലോകത്തെ ജയിച്ച യേശു നമ്മുടെ കൂടെയുണ്ട്. ആ ജയത്തിന് പങ്കാളികളായി തീരുവാൻ സർവശക്തനായ ദൈവം ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അവിടുത്തെ ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുകയാണ്. ഇന്ന് ഈ പ്രഭാതത്ത് ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം. കർത്താവ്, ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ആയുഷ്കാലം മുഴുവനും കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് കടന്നു പോകുവാനും ഉയർച്ചയായാലും താഴ്ചയായാലും ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകും. അത് മുഖാന്തരം കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ജയത്തെ അനുഭവിക്കുവാൻ ദൈവം സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.